ഏതായാലും ഈ മഴ കുറവെന്ന കണക്കുകൾ വരുമ്പോഴും KSEBിക്ക് ഇപ്പോൾ താൽക്കാലിക ആശ്വാസമുണ്ട് കേട്ടോ. നമുക്കും പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് 60% 3 കൊണ്ടാണ് ജലനിരപ്പ് ഉയർന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജലനിരപ്പ് കുറവാണ്. മൂഴിയാർ, മാട്ടുപ്പെട്ടി, ആനയിറങ്കൽ, ഇരട്ടയാർ, കല്ലാർ തുടങ്ങിയ ചെറു ഡാമുകളിൽ 30% താഴെ മാത്രമാണ് വെള്ളമുള്ളത്. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, KSEBിക്ക് താൽക്കാലിക ആശ്വാസം എന്ന് പറയുമ്പോൾ അത് നമുക്കും ആശ്വാസമാണ്. കാരണം പവർ കട്ട് ഉണ്ടാകില്ലല്ലോ എന്ന് ചിന്തിക്കും. ഏതായാലും ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ ആശ്വാസമുണ്ടെങ്കിലും അടുത്ത ഘട്ടം എന്താകും എന്ന ആശങ്കയുണ്ട്. മുൻകരുതൽ വേണമല്ലേ? വിനീത, കഴിഞ്ഞ 3 ആഴ്ച പെയ്ത മഴയാണ് KSEBിക്ക് ആശ്വാസമായി മാറിയിരിക്കുന്നത്. അത് ഇടുക്കിയിൽ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ 3 ആഴ്ച മുമ്പ് ഇടുക്കിയിൽ 56% മഴയുടെ കുറവായിരുന്നു. ഇപ്പോൾ അത് 44% കുറവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആഴ്ച പെയ്ത മഴ കൃത്യമായി തന്നെ ഡാമുകളിലേക്കും ഒഴുകി വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സംസ്ഥാനത്ത് വിനീത മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് ആവശ്യമുള്ള വൈദ്യുതിയുടെ 40% വെള്ളത്തിൽ നിന്നും ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇടുക്കി ഡാമിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത്. 3 ആഴ്ച മുമ്പ് ഒരു 30% ഉണ്ടായിരുന്ന ഇടുക്കിയിലെ സംഭരണശേഷി ഇപ്പോൾ അത് 50.94 ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ മഴ പെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കുറയുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. ഈ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് ഈ ഡാമുകളിൽ 10 മുതൽ 20% വരെ വെള്ളത്തിന്റെ കുറവ് വന്നിട്ടുണ്ടെന്നും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഡാമുകളായി ഇടുക്കിയിൽ 50%, കല്ലാർകുട്ടിയിൽ 95%, ലോവർ പെരിയാർ 100%, പെരിങ്ങൽകുത്ത് 63%, കുറ്റ്യാടി 82%, കക്കി 60%, പൊന്മുടി 65%, ബാണാസുര സാഗർ 67%, ഷോളയാർ 59%, ഇടമലയാർ 56%, പമ്പ 30%. അതുകൂടാതെ ചെറു ഡാമുകളായിട്ട് ഇടുക്കിയിലെ പ്രത്യേകിച്ച് ചെറു ഡാമുകളായിട്ടുള്ള 3-4 ഡാമുകളിൽ 30% മാത്രമാണ് വെള്ളമുള്ളൂ. അത് മൂന്നാർ ഉൾപ്പെടുന്ന മൂന്നാർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളിലാണ്. ആ പ്രദേശത്ത് മഴ ഇത്തവണ കുറവാണ്. അതുകൊണ്ട് ആ പ്രദേശങ്ങളിലുള്ള ഡാമുകളിൽ 30% താഴെയാണ് ജലനിരപ്പുള്ളൂ. പക്ഷേ അത് ചെറിയ ഡാമുകളായതിനാൽ KSEBിയെ കാര്യമായി ബാധിക്കില്ല എന്നും KSEB പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളമുണ്ട് എന്നത് ആശ്വാസകരമാണ്. പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് 60% ആയിട്ടുണ്ട്. KSEBിക്ക് താൽക്കാലിക ആശ്വാസമാണ്. രാഹുൽ സുരേഷ് വിശദാംശം നൽകി.